കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച്, താലന്തുകൾ, റാത്തലുകൾ, അതിന്റെയൊക്കെ ഉപമകളെ കുറിച്ച്, അതിലൊക്കെയുള്ള ആ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് ചിന്തിച്ചു. നമ്മൾ അതിനുള്ള അല്ലെങ്കിൽ ആ 2-3 ആഴ്ചകളായിട്ട് നാം അത് ചിന്തിക്കുകയുണ്ടായി. അതിൽ നിന്ന് ചില ചിന്തകൾ, അതിനോട് ചേർത്ത് ചില ചിന്തകൾ ഇന്ന് രാത്രി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. അതിനെ അല്ലെങ്കിൽ യെരൂശലേമിലുള്ള ദൈവത്തിന്റെ ആലയത്തെ അതിനെ സകല ജാതികൾക്കുമായുള്ള ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന പേരിൽ അറിയപ്പെടുമെന്ന് യേശു കർത്താവ് പ്രഖ്യാപിച്ചോ, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പാകെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ പുറത്താക്കിക്കൊണ്ട് കർത്താവ് അങ്ങനെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കാണ് ആ 2 പ്രാവശ്യം യെരൂശലേം ദേവാലയം യേശു കർത്താവ് ശുദ്ധീകരിച്ചത്. അതങ്ങനെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഹിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ അന്ന് ചെയ്തത്. ഈ പുതിയ നിയമകാലത്ത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ അതൊക്കെ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേക ഒരു കാര്യം ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവം യഹൂദന്മാരുടെ ഒരു ഗോത്ര ദൈവമാണെന്നും അതിനാൽ പുതിയ നിയമത്തിലെ യേശുവിനെയാണ് ആരാധിക്കുന്നതെന്ന് പറയുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ അങ്ങനെ വിശദീകരിക്കുന്ന ഒരു അഭിമുഖം, ഒരു ഇന്റർവ്യൂ ഞാൻ കാണുവാനിടയായി. കഴിഞ്ഞ ആഴ്ച ബെഞ്ചമിൻ ചില കാര്യങ്ങൾ ആ ദൈവത്തെക്കുറിച്ച് അതിനെ ചേർത്ത് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അങ്ങനെ പറയുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കെ തന്നെ മറ്റു ചിലർ യേശു കർത്താവിനെ ദൈവമായി അംഗീകരിക്കാത്ത വേറൊരു കൂട്ടരുണ്ട്. ഒന്ന് പിതാവാം ദൈവം, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹോവയായ ദൈവത്തെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്ന കൂട്ടത്തിന്റെ ഒപ്പം തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടരെയൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അവർ ഏക ദൈവം എന്ന വാക്കിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ ആ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്, അങ്ങനെ യേശു കർത്താവിനെ അംഗീകരിക്കാത്തിരുന്നവർ. എന്നാൽ യോഹന്നാന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഓർമ്മിച്ചിട്ട് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആകുന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-23 വാക്യമാണ്. അവിടെ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. ആ വാക്യം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പുത്രനെയും പിതാവിനെയും നിഷേധിക്കുന്നവൻ അവൻ എതിർ ക്രിസ്തു ആകുന്നു, അല്ലെങ്കിൽ അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല എന്നുള്ള ആ നിലയിൽ തന്നെ അവിടെ കാര്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്വത്തിലെ തൃത്വം ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒത്തിരി ചർച്ചയാകുന്നുണ്ട്. ഒരിടയ്ക്ക് അതൊന്ന് ഒതുങ്ങിയിരുന്നെങ്കിലും പിന്നീടും ഇപ്പോഴും അത് വളരെ ആൾക്കാരുടെ ഇടയിൽ പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും പുതിയ തലമുറകളിലൊക്കെ ആ കൃത്യമായ ദൈവവചന പഠനം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ നിലയിലൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്വത്തിലെ തൃത്വം നമ്മുടെ ഓരോരുത്തരും രക്ഷയോട് ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ്. നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് ആ തൃത്വം അതേമാതിരിക്ക് നാം മനസ്സിലാക്കുമ്പോഴും അതേമാതിരിക്ക് അതിനെ ഗ്രഹിക്കുമ്പോഴും അതിനെ അംഗീകരിക്കുമ്പോഴാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ മറ്റൊരു വാക്യം കൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. വളരെ കൃത്യമായി, വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോഴും പിന്നെയും ഇതിനെയൊന്നും കാണാതെ രീതിയിൽ ദൈവിക തൃത്വത്തെയൊക്കെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിനെതിരായിട്ട് വാദപ്രതിവാദങ്ങളൊക്കെ ഉയർത്തുമ്പോൾ ഒരു കാര്യമുള്ളൂ: നമുക്കായി ഒരുക്കിയ ആ രക്ഷയിൽ അതിന്റെ കടയ്ക്കലിൽ കോടാലി വെക്കുന്ന അനുഭവങ്ങളാണെന്നുള്ളതാണ് അതിന്റെയൊക്കെ അർത്ഥം എന്നുള്ളത് നാം മനസ്സിലാക്കട്ടെ. പ്രിയമുള്ളവരെ, ഇപ്രകാരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ വ്യക്തികളെ ബൈബിൾ വിവിധ ഭാഗങ്ങളിലായി വ്യക്തമായി പരിചയപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു വാക്യത്തിലെ ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നവർ ഒരിക്കലും രക്ഷയുടെ സന്തോഷത്തിൽ കടന്നവരല്ല, അവർ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരല്ല. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മടങ്ങി വരുമ്പോൾ യേശു കർത്താവ് നടത്തിയ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചും കർത്താവ് പറഞ്ഞ താലന്തുകളുടെയും റാത്തലുകളുടെയും ഉപമകളെ കുറിച്ചൊക്കെ നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. നമ്മുടെ ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയം അത് നമ്മൾ കണ്ടിരുന്നു. അതിനെ കുറെ ചിന്തകൾ തന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിൽ സ്വന്തം ഉത്തരവാദിത്വം പൂർത്തീകരിക്കുവാനാണ് താലന്തുകളുടെയും റാത്തലുകളുടെയും ഉപമകളിലൂടെ നമുക്ക് കൽപ്പന ലഭിച്ചത്. അതായത് പിതാവിന്റെ അടുക്കൽ വന്ന് ഒരു ദാസനായിരിക്കാൻ, അല്ലെങ്കിൽ അവന്റെ അടുക്കൽ നിന്ന് നമുക്ക് പദവികൾ പ്രാപിച്ചതിന് ശേഷം ആ റാത്തലുകളുടെയും താലന്തുകളുടെയും ഒക്കെ ഉപമയിലൂടെ
കൽപ്പനയിലൂടെ നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും പൂർത്തീകരിക്കാൻ ആ കൽപ്പനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ദേവാലയം എന്ന് പറയുന്നത് ഒരു വലിയ കെട്ടിടമോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലമോ അല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് വ്യക്തമായി നമുക്കറിയുന്നുണ്ട്. ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയം തന്നെയാണ്. അവിടെ സകല ജാതികളുടെയും ഇടയിൽ നമ്മൾ ആ വാക്യത്തോട് നമ്മൾ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ സകല ജാതികളുടെയും ഇടയിൽ ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന നിലയിൽ ശോഭിക്കുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രാർത്ഥനാലയം കാണുവാനും ആ പ്രാർത്ഥനാലയത്തിന്റെ മാതൃകകളെ അറിയുവാനും അതുപോലെ ഒരു പ്രാർത്ഥനാലയമായി തീരുവാനും വേണ്ടി അനേകർക്ക് അതുപോലെ ആയി തീരുവാനും വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ആ ചിന്തയിലേക്ക് തന്നെ ഒന്നുകൂടെ ഞാൻ കടന്നു വരികയാണെങ്കിൽ യേശു കർത്താവ് തന്റെ അവസാന സമയങ്ങളിൽ യെരുശലേമിൽ വന്നപ്പോൾ യെരുശലേം ദേവാലയത്തിലോ അവിടെ കൈകാര്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യുന്നവരും പുരോഹിതന്മാരുണ്ട്, യഹൂദ പ്രമാണിമാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. അങ്ങനെ അവിടെ കൈകാര്യം ചെയ്യുന്നവരുമായുള്ളവർ അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കുന്നവരായ ആരിലും ആ അനുഭവങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സകല ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന നിലയിൽ ശോഭിക്കുന്ന ആരെയും തന്നെ അവിടെ കണ്ടില്ല. തുടർന്ന് അവിടെ കൂടിയിരുന്ന ശാസ്ത്രിമാരെ പരീക്ഷന്മാരെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അധ്യായം ആദ്യം മുതൽ അവസാനം വരെയും ഏകദേശം അതേപോലെ പരീക്ഷന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അവരെ ശാസിക്കുകയും അവരുടെ കാര്യങ്ങളെ വിമർശിക്കുന്ന ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രയേലിന്റെ പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ നാളുകളെ നോക്കുകയാണെങ്കിൽ അവരെ മടക്കി വരുത്തുവാനും ദൈവകൃപയിലേക്ക് അടുപ്പിക്കുവാനുമായി നിരവധി പ്രവാചകന്മാരെ അയക്കുകയും കൂടാതെ അവരുടെ മാനസാന്തരത്തിനായി അവരുടെ മധ്യത്തിലേക്ക് തന്നെ വിവിധ കഷ്ടതകളെയും ദൈവം വരുത്തിയിരുന്നു. അവരുടെ ഇടയിലേക്ക് തന്നെ കഷ്ടതകളെ ഒരുക്കിയിരുന്നു. അവരുടെ പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അതുപോലെ പ്രവാസങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വരുത്തിയിരുന്നു. അതൊക്കെ ദൈവത്തിലേക്ക് തിരിച്ചടിപ്പിക്കാൻ വേണ്ടി ഒരു ദൈവിക സ്വഭാവത്തിലേക്ക് ആ ദൈവിക രൂപാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വഭാവ രൂപീകരണത്തിലേക്ക് അതിനുവേണ്ടിയായിരുന്നു അത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഈ 23-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ അധ്യായത്തിന്റെ അവസാനം ദൈവത്തിന്റെ ദൂതന്മാരുമായി കടന്നു വന്ന പ്രവാചകന്മാരെ നിരസിച്ചതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ അവരിലൂടെ ദൈവം അറിയിച്ച ആ വചനത്തിൽ വിശ്വസിക്കുവാനും അനുദപിക്കുവാനും ദൈവത്തോട് ഉടമ്പടി ചെയ്ത ആ ജനം ആകാത്തതിനെ കുറിച്ച് യേശു കർത്താവ് അവിടെ വിലപിക്കുന്നതും നമുക്ക് അവിടെ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് യെരുശലേമിലെ വഴി തെറ്റിയവരും ആത്മീയമായി നഷ്ടപ്പെട്ടവരുമായ ആ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നത് ഇപ്രകാരമാണ്. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ആ വാക്യം അങ്ങനെ വളരെ ഒരു സങ്കടത്തോടെ വളരെ ഒരു വേദനയോടുകൂടെ പറയുന്ന ഒരു വാക്യമാണല്ലോ. ഒരു കൂട്ടം നശിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു, അവരുടെ ആ നിസ്സഹായ അവസ്ഥയിൽ അവരുടെ നാശത്തിലേക്ക് അറിയാതെയോ അറിഞ്ഞോ ഒക്കെ പോകുന്ന ആ അവസ്ഥയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആ വേദനയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ തെറ്റായ വഴികളും അവരുടെ ആത്മീയ രാഷ്ട്രീയ നേതാക്കളുടെ അനുസരണക്കേടുകളും ഉണ്ടായിരുന്നിട്ടും ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ശേഖരിക്കുന്നത് പോലെ യെരുശലേമിന്റെ മക്കളെ കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് മനസ്സായിരുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ കർത്താവ് അവരെ അറിയിക്കുന്നത്. കോഴിയുടെ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ കോഴികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. മുട്ട വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുവാനും അതിനെ നയിക്കുവാനും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനും തന്റെ ചിറകുകളുടെ സംരക്ഷണത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു തള്ളക്കോഴിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു യേശു കർത്താവ് അവരെ ഓർത്ത് അന്ന് അവിടെ വിലപിച്ചത്. അവിടെ കർത്താവിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 3 വർഷത്തിലധികം താൻ അവരുടെ ശുശ്രൂഷിക്കുകയാണ്. ആ 3 വർഷമായി യേശു യെരുശലേമിലെ ജനങ്ങളോട് മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരോട് നിരന്തരമായി കർത്താവ് സംസാരിക്കുകയാണ്. എന്നാൽ യെരുശലേം നിവാസികൾ മശിഹായുടെ ശബ്ദം കേൾക്കുന്നതിന് പകരം ദീർഘകാലമായി കാത്തിരുന്ന അവരുടെ രക്ഷകനെ ക്രൂശിക്കുവാനുള്ള അതിനുള്ളൊരു തയ്യാറെടുപ്പും അതിനുള്ള ഗൂഢാലോചനകളൊക്കെ അവിടെ നടത്തുകയാണ്. അതിന് പാരലായിട്ട് നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മുമ്പ് തങ്ങളുടെ അടുക്കൽ വന്ന ദൈവത്തിന്റെ അനവധി പ്രവാചകന്മാരെ കൊന്നതിന്റെ ഒരു വലിയ ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. അവർ അതിന്റെയൊക്കെ ആ കാര്യങ്ങളൊക്കെ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ അവരുടെ പേരിലുണ്ട്. അതേ ചരിത്രം തന്നെ ഇവിടെയും ആവർത്തിക്കുവാൻ പോവുകയാണെന്ന് കർത്താവിന് മനസ്സിലായി, കർത്താവിന് അറിയാം. എങ്കിലും തന്റെ ജനത്തെ സംരക്ഷിക്കുവാനും അവരെ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കൂട്ടർ അല്ലെങ്കിൽ ആ ജനം അവനെ കേട്ടില്ല എന്നുള്ളതാണ്.
എന്നും അടുത്തു വരുന്നവരെ ചേർത്ത് പിടിപ്പാൻ കർത്താവിന് മനസ്സുണ്ടെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ സംഭവം ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നത്തേക്കും കർത്താവിന്റെ വരവ് വരെ ആ തിരുവചനം എന്ന ഏതെല്ലാം കാലഘട്ടങ്ങളിൽ പ്രാബല്യമാണോ അന്ന് വരേക്കും ഉള്ളതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇന്നും അടുത്തു വരുന്നവരെ ചേർത്ത് പിടിപ്പാൻ കർത്താവിന്റെ മനസ്സുണ്ട്. അതുപോലെ ഒരു വിലാപം ഇന്നും ദൈവസന്നിധിയിൽ നശിച്ചു പോകുന്നവരെ കുറിച്ച് ഉണ്ട് എന്നുള്ളത് നാം അറിയട്ടെ. ദൈവത്തിന്റെ സ്നേഹവും അനുകമ്പയും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെടുത്തിയതുപോലെ അത് ശാശ്വതവും മാറ്റമില്ലാത്തതുമാണ്. കാരണം അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ അത് തന്നെയാണ്. ആ കാര്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം എത്ര ആഴത്തിൽ പാപത്തിലേക്ക് മനസ്സിലാക്കേണ്ടതിലേക്ക് ആഴ്ന്നിറങ്ങിയാലും കർത്താവ് എപ്പോഴും നമ്മെ തിരികെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥനയിലൂടെ, ആ വിലാപത്തിലൂടെ, ആ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മളെ അറിയിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ച് നമ്മെ വെടിയിക്കുവാൻ തന്റെ ഓമനപുത്രനെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ഒരു യാഗമാക്കാൻ ദൈവം തയ്യാറായത് അതിനുവേണ്ടി തന്നെയായിരുന്നു. അത്രയും വലിയ ആ സ്നേഹത്തെ, ആ ത്യാഗത്തെ കേവലം 1-2 ദിവസത്തിൽ നമ്മുടെ ചുറ്റുമുള്ള വിവിധ സമുദായങ്ങൾ ആഘോഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിലോ, അല്ലെങ്കിൽ ഒരു ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നതിലോ, ആ ദുഃഖവെള്ളിയാഴ്ചയെ തുടർന്ന് ഒരു ഈസ്റ്റർ ആഘോഷിക്കുന്നതിലോ, അങ്ങനെ അതിൽ ഒതുക്കുന്നവർ അവന്റെ ചിറകിൻ മറവിൽ വരാതെ പഴയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെ മോശയുടെ പ്രസംഗങ്ങളും മോശയുടെ കഥകളും, അതുപോലെ പുതിയ നിയമത്തിലാണെങ്കിലും കർത്താവിന്റെ കാലത്ത് സംഭവിച്ച പല അത്ഭുതങ്ങളെയൊക്കെ അതിൽ മാത്രം അങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങളെ അതിനെ മാത്രം വ്യക്തിപരമായ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചതാണ്. ആ അത്ഭുതങ്ങളൊക്കെ വ്യക്തിപരമായ നിലയിൽ അവരോടുള്ള വാക്തത്വങ്ങളും അവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകിയതാണ്. എന്നാൽ അങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങൾ മാത്രം വൃഥാ പ്രശംസിക്കുന്നവരാണ്. അവരാരും ആ ദൈവത്തിന്റെ ചിറകിൻ മറവിലേക്ക്, ആ ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ആ നിത്യരക്ഷയിലേക്ക് കടന്നു വരാൻ കഴിയാത്തവരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്വസിക്കുന്ന എല്ലാവരെയും തന്റെ ചിറകിൻ മറവിൽ ചേർത്ത് സംരക്ഷണം ചെയ്യാനുള്ള മനസ്സോടെ കാത്തു നിൽക്കുന്ന യേശു കർത്താവിൽ അഭയം പ്രാപിക്കാത്തവർ എല്ലാവരും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ജീവരക്ഷ പ്രാപിക്കാത്തവരാണ്. വിശ്വസിക്കുന്ന എല്ലാവരെയും ആ ചിറകിൻ മറവിൽ ചേർത്ത് കർത്താവ് സംരക്ഷണം ചെയ്യും. അവരുടെ ആ നിത്യജീവനുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് ആ ജീവജലത്തിന്റെ നദി അത് സമൃദ്ധമായി ഒഴുകുന്ന ആ അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വൃഥാവാക്കിയ നാളുകളെ ഒന്നും ഓർക്കാതെ, അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ, അതിനെ ഒന്നും കരുതാതെ ഇന്നും നമ്മളെ ചേർക്കുന്ന ആ കർത്താവിന്റെ വിശ്വസ സ്നേഹം എന്നെങ്കിലും ഒരിക്കൽ അവസാനിക്കുന്ന ഒന്നല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവന്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവന്റെ വിശ്വസ്തത വലുതാണ്. അവന്റെ കാരുണ്യം ഓരോ പ്രഭാതത്തിലും പുതുക്കമുള്ളതായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയതുപോലെ അത് അവസാനിക്കാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നായി പകരപ്പെടുന്ന ഒന്ന് തന്നെയാണെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ആ വാക്യം അങ്ങനെയാണ് തുടർന്ന് പറയുന്നത്. ഒരു നാളുമില്ല. അവന്റെ ചിറകിൻ മറവിലേക്ക് വരുവാനുള്ള ആഹ്വാനം കേട്ട് മടങ്ങി വരുന്നവരെയും കാത്ത് ദൈവം ഇന്നും എന്നേക്കും അവിടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ് ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ സർവ്വപ്രപഞ്ചത്തിന്റെയും ദൈവമാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനായി അങ്ങനെ കാത്തിരിക്കുമ്പോൾ, അവന്റെ ആ ചെറുകിൻ മറവിലേക്ക് വരുന്നവരെ നോക്കി അവരിലേക്ക് തിരുവചനം എത്തിച്ച് കാത്തിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കാത്തിരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പിനും അല്ലെങ്കിൽ നമ്മുടെ ആ സ്വീകരണത്തിനും അല്ലെങ്കിൽ മടങ്ങി വരവിനും ഒരായുസേ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നാം ഓർക്കുവാൻ അല്ലെങ്കിൽ നാം ഓർക്കേണ്ടതുണ്ട്. ചിലർക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ചിലർ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ ആയുസിനെ പ്രതി ആണയിടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യും എന്നൊക്കെ പറയുന്ന പലരെയും നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കൊക്കിന്മേലുള്ള ജീവിതത്തിന്മേൽ നമുക്ക് പറയത്തക്ക സ്വാധീനമൊന്നുമില്ല. ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലൊക്കെ സംഭവിച്ച പല കാര്യങ്ങളും നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലിയ പ്രത്യാശയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ ആ പല പരിശ്രമങ്ങളും ഒരിടത്തും എത്താതെ അവസാനിക്കുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത കാലഘട്ടങ്ങളൊക്കെ കണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതുകൊണ്ട് അതിന്മേൽ ജീവൻ, അല്ലെങ്കിൽ നമ്മുടെ ആ കൊക്കിന്മേൽ ജീവൻ അനുവദിച്ച സമയത്ത് തന്നെ അവന്റെ ചിറകിൻ മറവിൽ നിത്യമായ ശരണം പ്രാപിക്കുവാനുള്ള അവസരത്തെയാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എന്ന ആ കർത്താവിന്റെ ആഹ്വാനം കേവലം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഒരു സമാധാനവും സ്വൈര്യവും എന്ന നിലയിലുള്ള ഒരു ഉറപ്പ് മാത്രമായിരുന്നില്ല. ഒരുപക്ഷെ അവർ കർത്താവിനെ ആ നിലയിൽ മെഷിഹായി അംഗീകരിക്കുകയും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവർ
ഈ പ്രവാസത്തിലേക്കോ പിന്നീടുള്ള പ്രവാസങ്ങളിലേക്കോ ആ വലിയ നാശങ്ങളിലേക്കോ ഒന്നും പോകത്തില്ലായിരിക്കാം. കർത്താവ് ആ നിലയിൽ അവരെ കൊണ്ടുപോകുമായിരിക്കാം. പക്ഷേ ആ ഒരു ഉറപ്പായിരുന്നില്ല അതിലൂടെ നൽകുന്നത്. നിത്യതയിലും നിലനിൽക്കുന്ന ഒരു ദൈവിക സമാധാനത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു ആ കോഴി തന്റെ ചിറകിൻ കീഴിലേക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് അതിലേക്ക് ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് കൺവേ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് നിത്യതയിലും നിലനിൽക്കുന്ന ആ ദൈവിക സമാധാനത്തിലേക്കുള്ള ക്ഷണമായിരുന്നു. യഥാർത്ഥത്തിൽ യഹൂദജനം പ്രതീക്ഷിച്ചത് അവർക്ക് വാഗ്ദത്തം ചെയ്ത മിശിഹ വന്ന് അവരുടെ ഐഹിക രാജ്യത്തെ ക്രമത്തിലാക്കും, അല്ലെങ്കിൽ ഐഹിക രാജ്യത്തെ അതിനെ നന്നാക്കും എന്നതായിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ ക്ഷണം ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഐഹിക രാജ്യത്തിന്റെ സമൃദ്ധിയിലേക്കായിരുന്നില്ല. അവന്റെ ക്ഷണം അത് നിത്യതയിലേക്കുള്ള ആ സ്വർഗീയ ഭവനത്തിലേക്കുള്ള അതായിരുന്നു അവന്റെ ക്ഷണം. ഇന്ന് പലരും ഭൂമിയിലുള്ള പല രാജ്യങ്ങളിലെ താൽക്കാലിക സമൃദ്ധിയെ പ്രസംഗിച്ചുകൊണ്ട് ജനത്തെ ആ ദൈവത്തിന്റെ ചിറകിൻ മറവിലെ ആ നിത്യ സംരക്ഷണത്തിൽ നിന്ന് ചിതറിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പ്രോസ്പെരിറ്റി തിയോളജി ആണെങ്കിലും അതുപോലെയുള്ള ആ സുവിശേഷങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള സമൃദ്ധി പ്രസംഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലേക്കൊക്കെ പ്രവാചകന്മാരൊക്കെ പറയാറുണ്ട്, ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിപ്പിച്ച് അതിൽ മോഹം ജനിപ്പിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ ദൈവത്തിന്റെ ചിറകിൻ മറവിയിലുള്ള ആ നിത്യ സംരക്ഷണത്തിൽ അതിൽ നിന്നുള്ള ശ്രദ്ധയെ തിരിച്ച് അല്ലെങ്കിൽ ആ ശ്രദ്ധ മാറ്റിയിട്ട് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കുന്ന അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് മാറ്റുകയാണ്. അതിനെ വേറൊരു സുവിശേഷം എന്ന പേരിൽ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ശാസിക്കുന്നതും നമുക്കറിയാം. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ തന്നെ മടങ്ങി വരികയാണെങ്കിൽ യേശു കർത്താവ് അവിടെയുള്ള പരീശന്മാരെയും ശാസ്ത്രിമാരെയും വിമർശിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ അധ്യായം മുഴുവൻ അത് കാണാൻ കഴിയുന്നുണ്ട്. ആ വിമർശനങ്ങളിൽ പലതും യേശു കർത്താവിന് മാത്രം മനസ്സിലാവുന്ന കാരണങ്ങളായിരുന്നു. ഇന്ന് നമുക്കൊക്കെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ തിരുവചനങ്ങളും അതിന്റെ തുടർവചനങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് മനസ്സിലാകുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ രീതികളും അവരുടെ അനുഭവങ്ങളും അവരുടെ ചരിത്രങ്ങളും അവരുടെ അനുചാരങ്ങളും ഒക്കെ നോക്കുമ്പോൾ അവർ ചെയ്തിരുന്നതൊക്കെ വലിയ മഹത്തായ കാര്യങ്ങളായിരുന്നു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവരെ കണ്ടിരുന്ന ജനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. അവർ തങ്ങളുടെ മന്ത്രപ്പട്ടയുടെ തൊങ്ങൽ വലുതാക്കുന്നത് അന്നത്തെ സമൂഹത്തിന് മുന്നിൽ അവർക്ക് ആദരവ് കിട്ടാൻ കാരണമായി. അവർക്ക് ആ നിലയിലുള്ള ബഹുമാനങ്ങളൊക്കെ അവർ കിട്ടിയിരുന്നു. അത് അവർക്ക് അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും കൂടാതെ ശേഷ മനുഷ്യർ അവരെ റബ്ബി എന്നൊക്കെ വിളിക്കുവാനും ഇടയാക്കി. അവരുടെ ആ രീതികളും അവരുടെ ആ സ്വഭാവ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ റബ്ബി, പിതാവ്, നായകന്മാർ എന്നിങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആ ബഹുമാനങ്ങളായിരുന്നു. അവർ അത് അവരുടേതായി തന്നെ അവർ അതിനെ നിരൂപിച്ചു എന്നാണ് ആ തിരുവചനം അല്ലെങ്കിൽ ആ അധ്യായത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ അവർ സാധാരണ ജനങ്ങളുടെ മുന്നിൽ വലിയ ആത്മീയരായി സ്വയം അവതരിപ്പിച്ചു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ദൈവം മുമ്പാകെ കപടഭക്തിയും നിഗളവും പാപവുമായി മാറി. അതിനെയാണ് കർത്താവ് അവിടെ വിമർശിക്കുന്നത്. അങ്ങനെ ആ പാപത്തിലായിരിക്കുന്നവരൊക്കെ ആ ചിറകിൻ മറവിലോ അല്ലെങ്കിൽ ദൈവത്തിലോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയാണ്. ഈ പാപത്തിൽ നിന്ന്, ഈ കപടഭക്തിയിൽ നിന്ന്, ഈ നിഗളത്തിൽ നിന്നൊക്കെ ഒന്ന് മടങ്ങി വരികയാണെങ്കിൽ നിങ്ങളെ എന്റെ ചിറകിൻ മറവിൽ ചേർത്തുകൊണ്ട് ആ നിത്യമായ ശാശ്വതമായ സമാധാനത്തിലേക്ക് ചേർക്കുമെന്നുള്ളതാണ് കർത്താവ് അവിടെ അറിയിക്കുന്നത്. ദൈവത്തിന്റെ ഹിതകരമായ വഴികളെ അറിയിച്ച് ദൈവിക സാന്നിധ്യത്തിലേക്ക് വഴി നടത്തുന്നതിന് പകരം അവരുടെ മതത്തിൽ ആളെ ചേർത്ത് ആ കണക്കുകളിൽ അവർ സ്വയം പ്രശംസിച്ചു. ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പേരുകളും അതിന്റെ പബ്ലിസിറ്റികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദേവാലയത്തിലേക്കുള്ള സംഭാവനകളൊക്കെ ആ കാര്യങ്ങളിലൊക്കെ അവർ ധാരാളമായി അവർ നൽകിയിരുന്നു. അതിനെയും അവർ സ്വയം പുകഴ്ചയ്ക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ വാക്യങ്ങളിൽ, തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അകം മുഴുവൻ കവർച്ചയും അക്രവും നിറഞ്ഞിരിക്കെ കൃത്രിമ ഭക്തി അഭിനയിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായി മാറിയ ഒരു വലിയ കൂട്ടം. അവരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതൊക്കെ അവർ കണ്ടെത്തിയ ആത്മീയതയിൽ നല്ലതായി കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ ദൈവത്തിന് പ്രസാദമായിരുന്നില്ല എന്നുള്ളതാണ് ആ വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആ അധ്യായത്തിലുള്ള കർത്താവിന്റെ ശാസനകളും കർത്താവിന്റെ വിമർശനങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നത്. അവർ യഥാർത്ഥ ഇടയനെ കണ്ടെത്താൻ കഴിയാത്ത ആടുകളെ പോലെ അലയുന്നവരായിരുന്നു. അവരുടെ അടുക്കലെത്തി അവർക്ക് നൽകപ്പെട്ട രക്ഷാകരമായ ആ ഉറപ്പിനെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയാത്തവരായി, അതായത് ആ നിത്യ ശിക്ഷാവധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കാത്തവരായി അവർ തങ്ങളുടെ ജീവിതയാത്ര അലയുന്നവരായി തുടരുന്നു എന്നുള്ളതാണ് അതിന്റെ തുടർച്ചയുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പിന്നെയും കാണുന്നത്. അവർ
മാത്രമല്ല, അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ മതത്തിൽ ചേർന്നവരും അവരെ പോലെ തന്നെ അധിക നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന അവസ്ഥകളെയും കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അധിക നരകശിക്ഷ, ഇരട്ടി നരകശിക്ഷയ്ക്ക് യോഗ്യമാകുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളുടെയും ഭക്തി പ്രകടനങ്ങളുടെയും മധ്യേ കർത്താവ് അവരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക്, അവരെ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മെയും, നമ്മൾ ഇന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് ദൈവം വിളിക്കുകയാണ്. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ശേഖരിക്കുന്നത് പോലെ, കൂട്ടിച്ചേർക്കുന്നത് പോലെ, യെരൂശലേമിന്റെ മക്കളെ കൂട്ടിച്ചേർക്കുവാനുള്ള യേശുവിന്റെ ആഗ്രഹത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് ന്യായവിധി നടപ്പാക്കുന്ന സമയത്ത് ഈ ഭൂമിയോടുകൂടി അവരും നമ്മളും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു വലിയ കരുണ, ആ വലിയൊരു സ്നേഹമാണ് കർത്താവ് പ്രകടിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ വിവിധ ജാതി മത വർഗങ്ങളിൽ നിന്നും ഇടയിലില്ലാതെ അലയുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് തന്റെ നിത്യ സുരക്ഷിതത്വത്തിലേക്ക്, ആ കർത്താവിന്റെ ആ വലിയ സാന്നിധ്യത്തിലേക്ക്, ആ സമാധാനത്തിലേക്ക്, ആ നിത്യരക്ഷയിലേക്കാണ് കർത്താവ് ക്ഷണിക്കുന്നത്. വിവിധ മുഖാന്തരങ്ങൾ കൂടി ഈ ആഹ്വാനം മനുഷ്യന്റെ അടുക്കിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്തത് വിവിധ മുഖാന്തരങ്ങൾ, ദൈവം അനേകം മുഖാന്തരങ്ങൾ കൂടെ ഈ വലിയ സന്ദേശം, ഈ വലിയ ക്ഷണനം ഓരോ മനുഷ്യന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കുന്നവൻ നിത്യശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് ആ തിരുവചനം നമുക്ക് ഉറപ്പുവരുത്തുന്നു. ദൈവം ലോകത്തിലുള്ള എല്ലാ ആളുകളെയും സ്നേഹിക്കുന്നു. അത് നമുക്കറിയാം. ദൈവം സർവ്വലോകത്തെയും സ്നേഹിച്ചാണ് താൻ ഈ ഭൂമിയിൽ കടന്നു വന്നത്. അവൻ വിശ്വസിക്കുന്ന സകലരെയും വിടുവിക്കുവാനുള്ള ആ നിലയിൽ ആ പാപശിക്ഷ അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാൽ തന്റെ സ്വന്തം മക്കളായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം മക്കൾ എന്ന് ആ നിലയിലേക്ക് അടുത്തു വരുന്ന അവരുമായിട്ടുള്ള ആ വിശ്വസ്തമായ ബന്ധത്തിന്മേൽ ഒരു പ്രത്യേകമായ ഉറപ്പിനെ നമുക്ക് കാണുന്നുണ്ട്. ഒരു വലിയ ഉറപ്പ്, അതായത് സ്വന്തം മക്കൾ എന്ന നിലയിലുള്ള ഒരു പ്രത്യേകമായ, സകലരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ ആ ഉറപ്പ് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. ഓശയ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു, അവരുടെ താടിയിലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നതിനെ പോലെ ഞാൻ അവർക്കായിരുന്നു, ഞാൻ അവർക്ക് തീൻ ഇട്ടുകൊടുത്തു. നോക്കുക, അവരുടെ താടിയിലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നതിനെ പോലെ ഞാൻ അവർക്കായിരുന്നു, ഞാൻ അവർക്ക് തീൻ ഇട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഈ വാക്യത്തിൽ മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ പരിപാലിച്ചതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു കാര്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. തന്റെ കോഴി തന്റെ ചിറകിൻ മറവിൽ കൊണ്ടുവരുമ്പോൾ നോക്കുക, അവിടെ കൊണ്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു തീറ്റി കാണുമ്പോൾ ആ തീറ്റി എടുത്ത് ആ കുഞ്ഞുങ്ങളെ തീറ്റിക്കുന്നത് പോലെ, അതിന് ഇട്ടുകൊടുക്കുന്നത് പോലെ ദൈവം തന്റെ ചിറകിൻ മറവിൽ സംരക്ഷിക്കുന്ന ആ ഒരു പഴയ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒരു സംരക്ഷണത്തിലേക്കാണ് ഇവിടെ ദൈവം വിളിക്കുന്നത് എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. 54-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ കാണുന്ന ആ സമാധാന നിയമം, ആ പദം, അത് പ്രാബല്യമാകുന്നത് ലോകത്തിൽ അവന്റെ ചിറകിൽ ശരണപ്പെടുവാൻ അല്ലെങ്കിൽ ശരണപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് കാണിക്കുന്ന ആ ഒരു കൂട്ടത്തിനാണ് അത് പ്രാബല്യമാകുന്നത്. അവർക്കാണ് അത് അതിന്റെ ഫലങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സമാധാന നിയമം അതിൽ പ്രാബല്യമാകും അല്ലെങ്കിൽ അതിൽ അവകാശമാക്കുന്നവർക്ക് അവരുടെ യോഗ്യതകൾ, അല്ലെങ്കിൽ അങ്ങനെ കടന്നു വരുന്നവർക്കുള്ള യോഗ്യതകൾ അതൊന്നും പുറമേയുള്ള ഒന്നല്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കുമെന്നാണ് പറയുന്നത്. നോക്കുക, ഇവിടെ പുറമേയുള്ള ഏതെങ്കിലും ഒരു ക്വാളിറ്റി വെച്ചോ പുറമേയുള്ള ഏതെങ്കിലും ഒരു നിലയിലോ വർഗമോ മതമോ അതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല ദൈവം കാണുന്നു എന്നുള്ള വളരെ കൃത്യമായ ഒരു സന്ദേശം അവിടെ പറയുന്നുണ്ട്. അവിടെ ആ അകമേയുള്ള അകമേയുള്ള ആ ശുദ്ധീകരണം, അകമേയുള്ള ഒരു പരിശോധന, അകമേയുള്ള ഒരു ഹൃദയ പരിശോധന, ഈ കാര്യങ്ങളൊക്കെ പ്രാപിച്ചു വരുന്നു. അവർ എല്ലാം ആ ദൈവം ഒരുക്കുന്ന ആ സംരക്ഷണ ചിറകിനടിയിലേക്ക് കടന്നു വന്ന് ആ ദൈവിക സമാധാനം അനുഭവിക്കുന്നവരാണ്. അവർക്ക് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് നിന്നയായിരിക്കാം, മനുഷ്യരിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് പ്രയാസങ്ങളായിരിക്കാം, എന്നാൽ അവർക്ക് ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടൊരുവിനോട് ഒരു കാട്ടൊലിവ് ഒട്ടിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു കാട്ടൊലിവിനെ ഒട്ടിച്ച് ചേർത്ത് സംരക്ഷിക്കുന്നത് പോലെ ഒരു വലിയ സംരക്ഷണം അവർ പ്രാപിക്കുമെന്ന് ആ തിരുവചനം നമുക്ക് ഉറപ്പുവരുത്തുന്നതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന് തന്റെ സ്വന്തം മക്കളോടുള്ള സ്നേഹം സമാനതകളില്ലാത്തതാണ്, അല്ലെങ്കിൽ ഒരു വിധത്തിലും അതിനെ കമ്പയർ ചെയ്യുവാൻ കഴിയാത്ത ഒന്നാണ്. അത് തന്റെ കുഞ്ഞുങ്ങളെ അത് ഭയങ്കരമായ നിലയിൽ അതിനെ ആക്രമിക്കാൻ പറ്റില്ല. അതിൽ ആ കോഴി തന്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ കടന്നു വരുന്ന ഏതൊരു പക്ഷിയെയോ അല്ലെങ്കിൽ മറ്റു ജീവിയോ ഒക്കെ ആക്രമിക്കുന്ന പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അതിന്റെ
ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ പോലും അതിനെ സംരക്ഷിക്കുവാൻ, ഭയങ്കരമായി സംരക്ഷിക്കുന്ന ആ കാര്യം നമുക്കറിയാം. നമുക്ക് അമ്മയും കുഞ്ഞുമുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ അമ്മയുടെ കരുതൽ എന്ന് പറയുമ്പോൾ, കരുതലും സ്നേഹം എന്ന് പറയുമ്പോൾ, ഒരു നവജാത ജനിച്ച ഒരു ശിശുവിനെ മുലയൂട്ടുന്ന ആ അമ്മയേക്കാൾ ത്യാഗം, അത് തിരുവചനം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പഴയ നിയമ ഇസ്രായേൽ നേരിട്ട കഷ്ടതയിൽ അല്ലെങ്കിൽ അവർക്കുണ്ടായ പല പ്രതിസന്ധിയുടെ മധ്യേ അവർ ഇപ്രകാരം വിലപിച്ചതായി യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. 49:14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സിയോൻ പറയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. സിയോൻ ആ നിലവിളിയാണ്, എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളയും. അതിന്റെ മറുപടിയായിട്ട് അടുത്ത വാക്യങ്ങളിൽ കർത്താവ് മറുപടി പറയുന്നതിന്റെ അടുത്ത വാക്യത്തിൽ പറയാണ്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആ വലിയ സംരക്ഷണത്തെ കുറിച്ചുള്ള വലിയ ഉറപ്പാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇനി പുതിയ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സകല വിശ്വാസികൾക്കുമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഞാനൊരു വേറെ തർജ്ജമയിൽ നിന്ന് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി ക്രിസ്തു സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവിടെയും പറയുന്നത് ആ ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണവും ശാശ്വതവുമാണ്. അവൻ ഒരിക്കലും തന്റെ സ്നേഹത്താൽ നമ്മെ സമീപിക്കുന്നത് അതൊരിക്കലും നിർത്തുന്നില്ല. അവൻ സ്നേഹത്തെ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നത് ഒന്നുമില്ല എന്നുള്ളതാണ് അവിടെ ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ചെയ്യുന്ന ഒന്നിനും നമ്മെ അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയുന്നതല്ല. നമ്മുടെ എല്ലാ സാഹചര്യങ്ങൾ, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ആ ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുന്നില്ല എന്നുള്ള ഉറപ്പാണ് അവിടെ കാണുന്നത്. പൗലോസ് തന്നെ റോമലേഖനത്തിൽ തന്റെ സാക്ഷ്യം ഇങ്ങനെ പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 38, 39 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഉറപ്പും നാം പ്രാപിക്കുന്നത് ആ ചിറകിൻ മറവിലെ ആ സാന്നിധ്യവും ആ ചിറകിൻ മറവിലെ അതിന്റെ ഉള്ളിലെ സമാധാനവും അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സംരക്ഷണവും അനുഭവിക്കുന്നവരാണ് അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് പ്രാപിക്കാൻ കഴിയുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ദൈവം നമ്മെ വളർത്തുവാൻ വെച്ചിരിക്കുന്ന വിവിധ പരിശോധനകൾ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, കഷ്ടതകളുണ്ട്. നാം പല വിധത്തിൽ അതിനൊക്കെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ പരിശോധനകൾ നിമിത്തം ആ സംരക്ഷണം ചില സന്ദർഭങ്ങളിൽ അവ്യക്തമായി തോന്നിയേക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ആ വാക്യം വായിച്ചിരിക്കുന്ന പോലെ ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നിയാലും കോഴി തന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ചിറകിനടിയിൽ ശേഖരിക്കുന്നത് പോലെ നമ്മെ തന്നിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ നമ്മുടെ സ്നേഹനിധിയായ പിതാവ് ഇപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കട്ടെ. ദൈവത്തിന്റെ ആ ആഗ്രഹത്തെ ശിഷ്യന്മാരുടെ മുന്നിൽ യേശു കർത്താവ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയോടെ ഞാൻ ഇതിനോട് ചേർത്ത് ഞാൻ വിവരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയമാരെ കണ്ടിട്ട് അത് കാണുമ്പോൾ ദൈവത്തിന് വലിയ വേദനയാണ്, വലിയ സങ്കടമാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചെതറുവാനല്ല ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ആ ആഗ്രഹം, അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ അവൻ സകല കാര്യങ്ങളും ഒരുക്കി ആ ചിറകൻ മറവിലെ സംരക്ഷണം അതും യാഥാർത്ഥ്യമാക്കി ദൈവം കാത്തിരിക്കുമ്പോൾ അതിന്റെ അടുക്കിലേക്ക് ചിലരെ നമുക്ക് കടന്നു ചെല്ലുവാനും ചിലരെ കൊണ്ടു ചെല്ലുവാനും ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ആ ഒരു വലിയ സന്ദേശം തന്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രി നമ്മെയും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാം ആ ചിറകിന്റെ മറവിൽ സംരക്ഷണം പ്രാപിക്കുകയും ചിലരെ അവിടേക്ക് കൊണ്ടുചെല്ലുകയും ഉള്ള അനുഭവമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരിൽ ദൈവത്തിന് വലിയ പ്രസാദമുണ്ടെന്നുള്ള കാര്യം നാം അറിയാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ വലിയ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും അതിനെ ശരണമാക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യതയുടെ ആ വലിയ ഉറപ്പ് ആത്മാവിൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ഈ വചനങ്ങൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യാത്ര ചെയ്യും ഞാൻ
ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും പിതാക്കളാമപ്പസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തവെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ പൂർവപിതാക്കളാം അപ്പസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തവെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ലോകമാം ഗംഭീരവാരിധി വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നൊണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ